പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, കാൽമുട്ടിന് താഴേക്ക് തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ് വ്യക്തിയെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവര്. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും
ജോലി സംബന്ധമായ യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട് ഈശോയെ. കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം ഈശോയെ. ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം ആണിപ്പെടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന നല്ല ചില കർത്താവേ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രമ്യ വർഗീസിനെ കുറിച്ച് പറഞ്ഞു. രമ്യ വർഗീസിൻ്റെ സാക്ഷ്യത്തിലെ ചില ജീവിത നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പം ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ അവരാണ് ഇങ്ങനെ ഈ ഉടമ്പടി ഇസ് എ വേ ഓഫ് ലൈഫ്, കവനന്റ് ഇസ് എ വേ ഓഫ് ലൈഫ് എന്നൊക്കെ പറയണത്. അല്ല, ജോസഫച്ചൻ പറഞ്ഞു കൊടുത്തതല്ല അവരോട്. അവർ ജീവിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു ജീവിത വഴിയാണ്, ജീവിത രീതിയാണ്. രമ്യ വർഗീസ് അങ്ങനെയല്ല പറയണത്. രമ്യ വർഗീസ് പറഞ്ഞത് ഉടമ്പടി നമ്മൾ തളർന്നു വരുമ്പോൾ ചാരിക്കിടക്കാനുള്ള ഒരു ഇടമാണ് ഉടമ്പടിയെന്ന്. അതായത് സഹനങ്ങൾ തളരുമ്പോൾ ചാരിക്കിടക്കാനുള്ളൊരു ഇടമാണ്, ഒരാശ്വാസ ഇടമാണ് ഉടമ്പടി. അതിൻ്റെ അവരങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഓരോ വളർച്ചയ്ക്കും ആ വളർച്ചയ്ക്ക് മുമ്പ് നമ്മൾക്കിന്ന് പ്രേയർ ഡ്രോ ചെയ്യാൻ വേണ്ടി, പുണ്യങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി ദൈവം ചില പ്രോബ്ലംസ് നമുക്ക് തരും, പസിൽസ് തരും. അപ്പോൾ നമ്മളത് ചെയ്യണം. ഇപ്പം രമ്യ വർഗീസിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം രമ്യ വർഗീസ് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭർത്താവിന് ഈശോട് പറയുമേ, 3 കുഞ്ഞുങ്ങളുണ്ടല്ലേ, വളർത്തണമല്ല, എന്തെങ്കിലും മാർഗമുണ്ടോ? അത് ഇവർക്കൊക്കെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇവർക്ക് കർത്താവുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവില്ല, ദൈവത്തിൻ്റെ ബന്ധത്തിൽ ഇപ്പം ഈ ഉടമ്പടിത്തെ നാളെ നമ്മൾ സാക്ഷികൾ കേട്ടവർക്ക് മനസ്സിലായത് ഒത്തിരി മനുഷ്യർ അവളുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് അമ്മയുടെ കൂടെ ജീവിക്കുന്നത്. അമ്മയുടെ കൂടെ അവർ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നു. അവിടെ അമ്മ വേണമെന്നില്ല, അമ്മയുടെ ചിത്രം പോലും വേണമെന്നില്ല. പക്ഷെ അമ്മ കേൾക്കുന്നുണ്ടെന്നവർക്ക് അവിടെ മനസ്സ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, നീ പറ, അമ്മ കേൾക്കുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു വലിയ ബന്ധം ഈ ആൾക്കാരുമായിട്ടുണ്ട്. അപ്പം രമ്യ പറഞ്ഞ് കുഞ്ഞുങ്ങളും 3 ഉണ്ടല്ല, എന്നെ വളർത്തണ്ടേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്നിട്ട് ഇവൾ പറഞ്ഞത് എൻ്റെ 2 PSC റാങ്കിലെ ലിസ്റ്റും ക്യാൻസലായിപ്പോയി, കിട്ടിയില്ല ജോലി എന്ന് പറഞ്ഞു. ഉടനെ അത് പറഞ്ഞതേ ഉള്ളൂ. പിറ്റേ ആഴ്ച വേറെ 2 ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിലെന്ന് പറയണത് ഇവളൊക്കെ പിക്കപ്പ് ചെയ്ത് അവൾ നല്ല ശമ്പളത്തിൽ ജോലിക്ക് കയറി. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഈസിയായിട്ട് അടയ്ക്കും. അപ്പോൾ വേറെ രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ പറഞ്ഞ് ഈ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണല്ലോ സംഗതി കുഴപ്പത്തിലാണെന്ന് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഇപ്പം മാതാപിതാക്കന്മാരും വളരെ പ്രായമാണ്. പിന്നെ പിള്ളേർ 3 കിളന്തകളാണ്. അതിലൊന്ന് പിള്ളേർ സ്കൂളിലും പിന്നെ താഴത്തെ കുഞ്ഞു ക്ലാസ്സിലും പോണ പിള്ളേരാണ്. ഈ കക്ഷികളെ വീട്ടിൽ എന്തൊരു പരവേശമാണ് അമ്മമാർക്ക്. ഈ കക്ഷികൾ വീട്ടിൽ വരണ മുമ്പ് അമ്മമാർ വരണം. പക്ഷെ അമ്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ കയറിയ പാട്ടിൽ അതൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്നത് 5 കൊല്ലത്തിനുള്ളിൽ പാടാണ്. അപ്പോൾ പ്രശ്നം അതൊന്നുമല്ല. ഈശോട് പറഞ്ഞു, ഈശോ ഞാൻ വന്നു കഴിയുമ്പോൾ കയറുമ്പോൾ സന്ധ്യയാകും. പക്ഷേ അപ്പനും അമ്മയൊക്കെ ഇവിടെ സേഫ് ആകണ്ടേ. ഇത് നിലമ്പൂരാണ്, വനത്തിൻ്റെ അരികിലാണ്. വെള്ളപ്പൊക്കവും മഴയും പിന്നെ ദുഷ്ടമൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്നെ ഒന്നും ഇവിടുന്ന് മാറ്റുക, ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞപ്പോൾ അനിയത്തി വിളിച്ച്, ചേച്ചിക്കൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ചേച്ചി ഒന്ന് നോക്കുമെന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ നമുക്കറിയത്തില്ല. അവിടെ ഭർത്താവ് കേട്ടുകഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഇവരിതിനു വേണ്ടി ചെയ്യുന്ന പെട്ടെന്നാണ് സംഭവം. പിന്നെ ടൗണിൽ പെട്ടെന്ന് വീട് കണ്ടപ്പോൾ തന്നെ രമ്യക്ക് ഇഷ്ടപ്പെട്ടു. കർത്താവ് സെലക്ട് ചെയ്യുന്ന വീട്. അപ്പോൾ കൊണ്ട് ഉപ്പ് ഇട്ടും ഉടമ്പടി ഉപ്പ് ഇട്ട് പറഞ്ഞ് എൻ്റെ അവകാശമല്ല, എൻ്റെ അവകാശം എഴുതി നിനക്ക് തരണം എന്ന് പറഞ്ഞു. ആർക്ക്? ഈശോയ്ക്ക്. വീട് നിൻ്റെ ഉടമസ്ഥയിലാണ്. അവരിങ്ങനെ അവരിങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കണം കുറേ മനുഷ്യരുണ്ട് കർത്താവുമായിട്ട്. ഉടമ്പടി ഏറ്റവും വലിയ വിഷയം നല്ലൊരു പെർഫെക്റ്റ് റിലേഷനിലേക്ക് ദൈവമായിട്ട് വരുന്നു എന്നുള്ളതാണ്. കാര്യം ഉടമ്പടി ഉള്ള കാര്യങ്ങൾ തന്നെ വൃത്തിമേനായിട്ട് ചെയ്താൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല റിലേഷനിലേക്ക് വരും ദൈവമായിട്ട്. കമ്മ്യൂണിക്കബിൾ ജോസഫച്ചൻ അതിനെ വിളിക്കണത്, ഞാൻ അതിനെ വിളിക്കണത് കമ്മ്യൂണിക്കബിൾ റിലേഷൻ എന്നാണ്. റിലേഷനൊക്കെ ഒത്തിരി ഉണ്ട്, ആൾക്കാർക്ക് പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്. കമ്മ്യൂണിക്കബിൾ റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച ദൈവം സംസാരിക്കുക ഇങ്ങോട്ട്. പുറപ്പാട് 33:11 അതിമനോഹരമായ വചനമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് വായിച്ചത് സ്നേഹിതനോടെന്ന പോലെ കർത്താവ്. കേട്ടോ, സ്നേഹിതനോടെന്ന പോലെ കർത്താവ്. ഇത് ഏത് കർത്താവെന്ന് അറിയാവാ? ഈശോ കർത്താവല്ലേ. ഇത് പിതാവായ ദൈവമാണ്. പിതാവ് ദൈവത്തെ മോസ്റ്റ് റിസർവ്ഡാ. പക്ഷെ മോസസിനോട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മോസസിനോട് എന്ത് ചെയ്യുന്ന പറഞ്ഞ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അപ്പായിക്ക് ഇന്നും റിസർവേഷൻ ഒന്നുമില്ല. നമ്മളപ്പ നിത്യതയുമായിട്ട് മാത്രം നമ്മൾ നിത്യതയെ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മളുടെ ഒരു പൂർണ്ണമായ എല്ലാ മൂവ്മെൻറ്റ്സും നിത്യതയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കണത്, മറ്റുള്ളവരെ ജീവിപ്പിക്കണമെന്ന് അപ്പായിക്ക് തോന്നിയാൽ അപ്പം മോസസിൻ്റെ കാലത്ത് പോലെ നമ്മൾ കമ്മ്യൂണിക്കബിൾ ആകും. പക്ഷെ വിഷയം നിത്യതയായിരിക്കണം. കാര്യം നമ്മൾ നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ അപ്പയെ സംബന്ധിച്ചിടത്തോളം അപ്പ അത് കൗണ്ട് ചെയ്യണത് നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ അപ്പയുടെ പദ്ധതിയാണല്ലോ ഈശോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മഹത്വം അപ്പയ്ക്ക് കിട്ടണം. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ വരുമ്പോൾ അപ്പ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ തയ്യാറാവും. അപ്പം അത് ആ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ പ്രസൻസാണ്. കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ്. ഇപ്പം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ല, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ് ഉണ്ട്. അപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ എന്ത് പറയുന്ന അളവിലും തൂക്കത്തിലും സഡൻ ആക്ഷൻ ഉണ്ട്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റീവ് പ്രസൻസ് എന്ന് പറയണത്. അപ്പം രമ്യവർഗീസ് അതിൻ്റെ ഒരു ആ അനുഭവത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് എല്ലാം ഇതിന് ഉടമ്പടിക്കെല്ലാം ആ സാധ്യതയുണ്ട്. അതാണ് ഞാൻ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വൈഫിൻ്റെ ഒരു ഫ്രണ്ടാണ്. വൈഫ് സൗദി നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. വൈഫിൻ്റെ ഫ്രണ്ടും സൗദിയിൽ നേഴ്സായിരുന്നു. ആ ചേച്ചി 23 വർഷമായിട്ട് സൗദിയിൽ നേഴ്സായിരുന്നു. 23 വർഷത്തിന് ശേഷം റിസൈൻ ചെയ്ത് ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഹസ്ബൻഡുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ എന്ന ആഗ്രഹവുമായിട്ട് നാട്ടിൽ തിരിച്ചെത്തി. വന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് അബ്ഡോമിനൽ പെയിനും സ്റ്റൂളിനകത്ത് ബ്ലഡ് സ്റ്റെയിൻ കണ്ടു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കോളൻ ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ ഐഡൻറ്റിഫൈ ചെയ്തത്. ശരിക്കും ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഷോക്കായിപ്പോയി. ചേച്ചിക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ചു. ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ചേച്ചിക്ക് റേഡിയേഷൻ എടുത്തു. അതിനുശേഷം കീമോ സ്റ്റാർട്ട് ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, സാധാരണ നമുക്കെല്ലാം അറിയാം കീമോയും റേഡിയേഷനും ഒക്കെ എടുക്കുമ്പോൾ മുടി പൊടിയും അങ്ങനെ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇത് ചേച്ചിയുടെ കാര്യത്തിൽ മൈനർ സിംറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിക്ക് റേഡിയേഷൻ എടുത്തു. ആ ട്യൂമർ പോലെ ഉണ്ടായിരുന്നത് ചുരുങ്ങി. അതിനുശേഷം കീമോ സ്റ്റാർട്ട് ചെയ്തു. വിത്തിൻ 6 മന്ത്സിനുള്ളിൽ ചേച്ചി ക്യൂറായി. ഇപ്പം നോർമൽ ലൈഫ് ലീഡ് ചെയ്ത് പോകുന്നു. രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയാൻ എൻ്റെ ഫാദർ ഇൻ ലോയാണ്. ഒരു ദിവസം പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുകയും തളർന്ന് വീഴുകയും ചെയ്തു. ഹാർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കല്ലിശ്ശേരി ഹോസ്പിറ്റലുണ്ട്, അവിടെ ഡോക്ടേഴ്സിനെ കാണിച്ചു. ഡോക്ടർ എക്കോ ചെയ്തു. അതിൻ്റെ ഡയഗ്നോസിസ് ടെസ്റ്റ് ചെയ്തപ്പോൾ VF എന്ന കണ്ടീഷനാണ്, വെൻട്രിക്കുലർ ഫിബ്രിലേഷനാണ്. പിന്നെ അച്ഛൻ്റെ ഫാദർ ഇൻ ലോയുടെ ആ ഒരു ഏജ് കാരണം പെട്ടെന്നുള്ള സർജറി റിസ്ക് ആണെന്ന് പറഞ്ഞു. അവിടെ ഒരു 10-25 ദിവസം കിടന്നിട്ടും ICUലായിരുന്നു. ഒരു കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങളപ്പോൾ ദൈവത്തോടും മാതാവിനോടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സന്ധ്യാസമയങ്ങളിൽ ഉടമ്പടി തൈലവും ഉപ്പും ഞങ്ങൾ
കുരിശ് വരയ്ക്കുകയും കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഫാദറിൻ്റെ പേര് പറഞ്ഞ് അത്ഭുതമെന്ന് പറയട്ടെ, ആ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ശ്രീ ചിത്ര ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിഷൻ കിട്ടുകയും പെട്ടെന്ന് തന്നെ ICD ഇംപ്ലാന്റ് ചെയ്യുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ആ സമയങ്ങളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മോഷൻ പോകാൻ ബുദ്ധിമുട്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളായിട്ട് ആക്ച്വലി ഫാദറിനോ സൈക്കോളജിക്കൽ തന്നെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞങ്ങൾ മുട്ടിപ്പായിട്ട് മാതാവിനോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്പം നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്തു ജീവിച്ചു പോന്നു. മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ ഒരു റിലേറ്റീവ് മാരേജ് കഴിഞ്ഞു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഡിവേഴ്സിൻ്റെ വക്കിൽ വരെ വന്നിരുന്നു. അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ ഇടപെടലാൽ അവരിപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. ഈ 3 കാര്യങ്ങളാണ് നിയോഗം വെച്ചതിൽ എനിക്ക് അമ്മ മാതാവ് വഴി തിരുക്കുമാരനാൽ സാധിച്ചു തന്നത്. ഇതിന് ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണ്. എൻ്റെ മോക്ക് 4.5 വയസ്സുള്ളപ്പോൾ, ഇപ്പോൾ 5 വയസ്സായി, 4.5 വയസ്സുള്ളപ്പോൾ ഞാൻ അന്ന് ഖത്തറിൽ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഈവനിങ് ടൈം എൻ്റെ വൈഫ് എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കുഞ്ഞ് 5 രൂപ കോയിൻ വിഴുങ്ങിയെന്ന്. രാത്രി ഉറങ്ങാൻ കിടന്നതാണ്. ബെഡിൽ നിന്ന് എവിടെ നിന്ന് കിട്ടിയെന്നറിയത്തില്ല. 5 രൂപയുടെ ഒരു കോയിൻ വിഴുങ്ങി. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഈസോഫാഗസിലാണ് അത് തങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്ത് വേണേലും സംഭവിക്കാം. ഞാൻ അന്നേരം ഒരു പേഷ്യൻ്റെ അടുത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ വന്നത് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ഞാൻ ഉള്ളുരുകി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി, അറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന റിപ്പീറ്റായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യമേ കുഞ്ഞിനെ കൊണ്ടുപോയത് കല്ലിശ്ശേരി ഹോസ്പിറ്റലിലാണ്. അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്തു. അവിടെ വെച്ച് ഡോക്ടേഴ്സ് വന്നു, വൊമിറ്റ് ചെയ്യാനുള്ള മെഡിസിൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു മെഡിസിനും കൊടുക്കാതെ എൻ്റെ കുഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്തു. ആ 5 രൂപ കോയിൻ എൻ്റെ കുഞ്ഞിൻ്റെ മുന്നിലൂടെ താറയിലേക്ക് വീഴുകയാണ് ചെയ്തത്. ആളുകൾ നോക്കി നിൽക്കുന്നു. കുഞ്ഞ് വൊമിറ്റ് ചെയ്തു. ആ 5 രൂപ തെറിച്ച് പുറത്ത് വന്നു. അതാണ് എനിക്കിവിടെ അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ, ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിപ്പോയ 5 രൂപ കോയിൻ പുറത്ത് വരണേ, ഞാൻ ഈ കൃപാസനം തിരുവൾത്താരെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കുഞ്ഞിനെ. പിന്നെ രണ്ടാമതാണ്ട് പറയുന്നത്, ഞാൻ കാർ ഓടിച്ച് ഖത്തറിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ്. അവിടെ 12 hours കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. അപ്പം നല്ല ടയേർഡാണ്, നല്ല സ്പീഡിലാണ്, 80-120 റേറ്റിലൊക്കെയാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ മുന്നിലുള്ളൊരു വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു. പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിൽ മാതാവിനെ പറ്റി, മാതാവ് എൻ്റെ അടുത്ത് പറയുന്നത് പോലെയാണ്, നീ നിൻ്റെ സ്റ്റിയറിംഗ് പെട്ടെന്ന് വെട്ടിക്കാൻ. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ വന്ന്, ഞാൻ ഈ പോകുന്ന സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആ വണ്ടിയിലിടിച്ച് എനിക്ക് വന്നിരുന്ന ആഘാതത്തെ പറ്റിയും എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തന്നെ ഒരു ഇതുണ്ടായി. പെട്ടെന്ന് തന്നെ ഞാൻ വെട്ടിച്ചു. ഡിവൈഡറിൻ്റെ മണ്ടയ്ക്കൂടെ കയറി അപ്പുറത്ത് വണ്ടി ഇറങ്ങി. അതുപോലെ തന്നെ തിരിച്ച് ആ റോഡിൻ്റെ ഇപ്പുറത്ത് തന്നെ എനിക്ക് വരാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മാതാവിൻ്റെ ആ പ്രസൻസ് എനിക്ക് ഒത്തിരി, ദൈവ സാന്നിധ്യം എനിക്ക് ഒത്തിരി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വേറെ ഒരെണ്ണമാണ്, ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് താഴെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പം അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലെ പിള്ളേരൊക്കെ അത് ഉരയ്ക്കാറുണ്ട് കല്ലെടുത്തൊക്കെ. അറബികളാണ്, നമുക്ക് അവരോട് സംസാരിച്ച് അവർ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ശരിക്കും എനിക്കത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അതുപോലെ കൊണ്ടു നടക്കുന്നൊരു വാഹനത്തെ ഇങ്ങനെ സ്ക്രാച്ചുകൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ മാതാവിനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു, ഇനി അത് വരയ്ക്കാനുള്ള മനസ്സ് അവർക്ക് കൊടുക്കരുതേ. അതാരാന്ന് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും സ്റ്റുഡൻസ് ആയിരിക്കും, പിള്ളേരായിരിക്കും എന്ന് എനിക്കറിയാം. ഞാൻ ഇവിടുത്തെ വിശുദ്ധ ഉപ്പ് ഒരു ചെറിയൊരു പേപ്പറിൽ പൊതിഞ്ഞ് എൻ്റെ വണ്ടിക്കകത്ത് ഇട്ടു. നെക്സ്റ്റ് ഡേ അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഒരു വലിയ ലോറി അവിടെ വന്നിരിക്കുന്നു. കുറേ സാധനങ്ങൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഞാൻ ഞങ്ങളുടെ സെക്യൂരിറ്റി ചോദിച്ചു, ആരാണ് ഈ റൂം വെക്കേറ്റ് പോകുന്നത്? അപ്പോൾ ആ സെക്യൂരിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ കാറിൻ്റെ സ്ക്രാച്ച് ചെയ്യുന്ന ആ ഫാമിലി ഇവിടുന്ന് വേറെ വീട്ടിലേക്ക് മാറുകയാണെന്ന്. അത് ഞാൻ വിചാരിക്കുന്നത് മാതാവിൻ്റെ ഒരു അത്ഭുത ഇടപെടലായിട്ടാണ്. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയാൻ, ഞാനിവിടെ ഉള്ളപ്പോൾ ഞാനും വൈഫും കൂടി അഗതി മന്ദിരങ്ങൾ, വൃത്തസദനത്തിൽ അവിടെയൊക്കെ പോയി അവർക്ക് ഫുഡ്, അവർക്ക് വേണ്ട ആവശ്യമായ ഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അവരുടെ കൂടെ തന്നെ അവരിലുള്ളവരായിട്ടിരുന്ന് അവരുമായിട്ട് ഫുഡ് ഷെയർ ചെയ്യാറുണ്ട്. സാമ്പത്തികമായിട്ട് ആവശ്യമുള്ളവർക്ക്
ഞങ്ങൾ സഹായം, ഈ എക്സാം, മാരേജ് അതുപോലുള്ള ഇവൻറ്റുകൾ അവർക്ക് ബുദ്ധിമുട്ടുന്നവരെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ സ്പെഷ്യൽ സ്കൂളുകളിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലും അവരുടെ സ്ഥാപനങ്ങളിലും ചെന്ന് അവർക്ക് വേണ്ട മെറ്റീരിയൽസ്, അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആത്മീയമായിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി മാറാൻ സാധിച്ചു. ദേഷ്യപ്പെടാതിരിക്കുക, സൗമ്യമായിട്ട് എല്ലാവരും പെരുമാറുക, അതുപോലെ തന്നെ ഒരു നിത്യതയിലേക്ക് നയിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഡെയിലി നമുക്ക് പാലിച്ചു പോകാനുള്ളൊരു മനസ്സെനിക്ക് തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 6 months കഴിഞ്ഞു. ഈ 6 months ഒറ്റ ദിവസം പോലും ഞാൻ എൻ്റെ പ്രാർത്ഥന